ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ എന്താണ് നടക്കാൻ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, കാണാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ മനസ്സിലാവണ അല്ലെങ്കിൽ മനസ്സിലാവാണ്ട് പോണ ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇതിൽ വ്യക്തമാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ വരച്ച ലൈനിൽ ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ആ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് അപ്പ് സൈഡിലേക്ക് പോകും. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ ഇത് അപ്പ് സൈഡിലേക്ക് പോവും എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഫേക്കാണ് കേട്ടോ. എന്തുകൊണ്ട് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ ഈ ആ റേഞ്ചിൽ ഓക്കെ അവിടെ ലിക്വിഡിറ്റി ഉണ്ട്, നല്ല ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, അത് പെട്ടെന്ന് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. കറക്റ്റ് SMCനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും ഒരു കാര്യം പറഞ്ഞുതരാം, അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുക്കാറുണ്ട്. ലിക്വിഡിറ്റി 2 തരത്തിലുണ്ടാവും. ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഉണ്ടാവും, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഓക്കെ, നമുക്ക് മുമ്പ് മോർണിംഗിൽ കൊടുത്ത ഒരു സെറ്റപ്പാണത്. മോർണിംഗിൽ കൊടുത്തൊരു എൻട്രി ആണത്. കറക്റ്റ് വന്ന് TP അടിച്ചിട്ടുണ്ട്. അതിന് നമ്മളൊരു 20 പോയിൻ്റ് അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. ഓക്കെ, ഞാനിപ്പോൾ എന്തിനീ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, കുറേ പേർക്ക് ഡൗട്ടുണ്ട് ഞാനിത് പഠിപ്പിച്ചെടുക്കുന്നത് ഫേക്കാണോ അല്ലെങ്കിൽ നുണ പറയുകയാണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലൈവ് ക്ലാസ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു എൻട്രി ഞാൻ സ്റ്റുഡൻസിനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു എൻട്രി പറഞ്ഞു കൊടുത്തു. പിന്നെ മാർക്കറ്റിൽ ഒരു കൺസൾട്ടേഷൻ, അതായത് ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടപ്പോൾ ഞാനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കിട്ടിയ പ്രോഫിറ്റ് ഹാപ്പി ആയിട്ട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ ടൈമുണ്ട്, ഇനിയും ടൈമുണ്ട്. അപ്പോൾ മൂവ്മെൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ലൈവ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നേക്കിന് ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷമായിരിക്കും മുകളിലേക്ക് പോവുള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ആയിരിക്കും മുകളിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കുക. ഈ ഒരു ഏരിയ നോക്കുക. അതായത് കഴിഞ്ഞു പോയ മാർക്കറ്റിലല്ല ഞാൻ പറയണേ, മനസ്സിലായില്ലേ? അതായത് ലൈവ് മാർക്കറ്റില്ല ഞാൻ പറയണേ. മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ ചാർട്ടിൽ 1 മിനിറ്റിൽ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് നടന്നിട്ടുള്ള സംഭവമാണ്. നടക്കാൻ പോകുന്നതിന് മുമ്പാണ് ഞാനിത് പ്രഡിക്റ്റ് ചെയ്ത് പറയുന്നത്. വെറുതെ ഒന്നും പറയല്ല, അതിന് തക്കതായിട്ട് റീസൺ ഉണ്ട്. ഓക്കെ, ഒന്നുമില്ല, സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഈ റേഞ്ചിൽ ഓക്കെ, അതിന് അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ 2 സർക്കിളിൻ്റെ ആ റേഞ്ചിൽ എന്തുണ്ട്, ഹൈ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അത് എടുക്കാനായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് ഇതുവരെ എടുത്തിട്ടില്ല മാർക്കറ്റ്. അപ്പോൾ ഇതാണ് ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസണും. ഓക്കെ, അപ്പോൾ ഇത് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പെൻഡിങ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തുള്ളൂ. ഓക്കെ, അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ താഴെ ഒരു ലിക്വിഡിറ്റി കൂടി ഉണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ടൈം ഫ്രെയിം റൺ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ടൈം ഇവിടെ പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മാർക്കറ്റിലെല്ലാം വീണ്ടും പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ, പിന്നെ ഇതിന് താഴെയുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടല്ലോ നിങ്ങൾ, ഞാൻ കാണിച്ചത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ, ഇതിൻ്റെ താഴെ എന്തുണ്ടാവും, ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, ഇതിന് താഴെ ലിക്വിഡിറ്റി ഉണ്ടാവും, മനസ്സിലാക്കുക. അപ്പോൾ ഈ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിലേക്ക് ഒന്ന് ടാപ്പിങ് നടത്തിയിട്ടായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യാൻ മിക്കതും മുകളിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വരച്ചാൽ ഇനി തന്നെ മാർക്കറ്റ് ചിലപ്പോൾ പുഷ് ചെയ്യും. എന്തായാലും ആ റേഞ്ചിൽ നിന്ന് ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇത് ചുമ്മാ പറയുന്നതല്ല. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും മേ ബി വന്ന് SL അടിക്കാം കേട്ടോ. ഞാൻ 100% ശരിയാണെന്നൊന്നും ഞാൻ പറയണില്ല. ഇത് മേ ബി വന്ന് SL അടിക്കാം.
ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു ബൈയിങ് നടന്ന ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല സ്ട്രോങ് ബൈയിങ് നടന്ന ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഇത്രയും പ്രഷറുള്ള ഒരു ഏരിയയിൽ എത്തുമ്പോൾ, ഇപ്പോൾ ഇവിടെയും കാണാം, ഇത്രയും പ്രഷറുള്ള ഏരിയയിൽ എത്തുമ്പോൾ എങ്ങനെ പോയാലും മാർക്കറ്റ് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഒരു പ്രഷർ കാണിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു റീസൺ, അതായത് ഈ പി വരച്ച ഈ സർക്കിൾ, ആ റേഞ്ചിൽ നല്ല സ്ട്രോങ് ക്യാൻഡിൽ വന്നാൽ കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകും. ഒരു സംശയം വേണ്ട, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ പമ്പ് ചെയ്യണ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ആ ടോപ്പിൽ വരച്ചിട്ടുള്ള പെൻഡിങ് ലിക്വിഡിറ്റി എടുക്കാൻ പോണത് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്കൊരു സ്ട്രോങ് ക്യാൻഡിൽ വരണം, അതിലൊരു ഹാമർ ക്യാൻഡിൽ വരണം, ബുള്ളിഷ് ഹാമർ ക്യാൻഡിൽ വരണം, അല്ലെങ്കിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ വരണം. ഓക്കെ, ഓക്കെ, മൊമെൻറ്റം തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. Yes. ഓക്കെ, ഇപ്പോൾ ഇവിടെയുള്ള ലിക്വിഡിറ്റി എടുക്കാനായിട്ട് മാർക്കറ്റ് എന്തായാലും എന്ത് ചെയ്യും, ഒരു പ്രഷർ കാണിക്കും, ഈ റേഞ്ചിലേക്ക് ഒരു പ്രഷർ കാണിക്കും. ഓക്കെ, ഞാൻ അവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്യുക, ഒന്നും കൂടി, അതായത് ആ റേഞ്ചിന് മുകളിൽ ബോഡി ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായാലും മുകളിലേക്ക് പ്രഷർ കാണിക്കും. നമ്മൾ പറഞ്ഞ ഒരു പെൻഡിങ് ലിക്വിഡിറ്റി എടുക്കാനായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, യെസ്. Yes. അപ്പോൾ ഏകദേശം ഒരു 35 പോയിൻറ്റോളാണ്, ഒരു 19 അല്ലേ, ഈ റേഞ്ച്. ഓക്കെ, ഈ റേഞ്ച് പറയുകയാണെങ്കിൽ 19 പോയിൻറ്റിൻ്റെ അടുത്ത് എങ്കിലും മാർക്കറ്റ് പോയിട്ടുണ്ട് അല്ലേ. ഞാൻ എന്തായാലും ഈ റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ റേഞ്ചിലേക്ക്, ഈ റൗണ്ട് ഫിഗറിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റീപ്ലേ ബാർ ഇട്ട് കാണിച്ചു തരാം. നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ റൺ ചെയ്യാൻ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ടി പി അടിക്കുന്നുണ്ടോ, അവിടെ നിന്ന് റിവേഴ്സലാവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
ആ രീതി അനുസരിച്ച് ഇപ്പോൾ കറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ റൗണ്ട് ഫിഗറിൽ കറക്റ്റ് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഈ റേഞ്ചിൽ എത്തുമ്പോൾ നമ്മൾ ശരിക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ വരാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഏരിയ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 35 പോയിൻറ്റിൻ്റെ നിയറസ്റ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പിൻ്റെ പ്രത്യേകത. കറക്റ്റ് ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ ലിക്വിഡിറ്റി പോയിന്റിൽ വന്നിട്ട് കറക്റ്റ് ടാപ്പ് ചെയ്തിട്ട് റിവേഴ്സിലാവുന്ന കാണാൻ പറ്റും. കാരണം അവിടെ ഇപ്പോൾ ഓപ്പോസിറ്റുള്ള ടീമുകൾ സെല്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ക്വിക്കൊരു ഫോളോ അവിടെ നിന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. ഓക്കെ, ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തന്നെ ബൈ. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.